back, students. In the last class we have discussed about the write-up, isn't it? Now we are going to discuss about the corruption. Okay, here now we are going to discuss about corruption. Here three topics are given here. First one is the reasons for corruption. What are the reasons for corruption? We know that corruption എന്ന് പറഞ്ഞാൽ എന്താണ്? അഴിമതിയാണ്. First one is the reasons for corruption. എന്തൊക്കെയാണ് അഴിമതിക്കുള്ള കാരണം? Here first one, insincerity. Here insincerity. Second one, extravagant. Extravagant family. Third one, lack of commitment. Lack of commitment to society. Then fourth one we can say that is greed. Say greed of money. Then another one, low economic. Okay, first one is insincerity. Second one, extravagant family. Third one, a lack of commitment to society. Then fourth one is greed of money. Then fifth one is low economy. Here, first one is insincerity, isn't it? Here, the person who has no sincere, if they are not sincere, then they will move to corruption, isn't it? They will move to corruption. അവർക്ക് ഒരു വ്യക്തിക്ക് എന്താണ് സിൻസിയർ അല്ലെങ്കിൽ ഇപ്പോൾ ബോൾവിൻ എന്ന് പറഞ്ഞാൽ വളരെ സിൻസിയർ പേഴ്സൺ ആണ് അല്ലേ? ഈ പ്ലേയിൽ നമുക്ക് ആ ക്യാരക്ടറിനെ കുറിച്ചിട്ട് നന്നായി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വളരെ സിൻസിയർ പേഴ്സൺ ആണ് എന്നുണ്ട്. ബോൾവിൻ്റെ ഫാമിലി മെമ്പേഴ്സ്, പബ്ലിക്, അതായത് പുറമേയുള്ള ആളുകളും പലരും എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത് വളരെ സിൻസിയർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെ ഒരു സിൻസിയർ അല്ലാത്തൊരു വ്യക്തി ആവുമ്പോഴാണ് ഏതിലേക്ക് നീങ്ങുക? അഴിമതിയിലേക്ക് നീങ്ങുക, isn't it? So first one is the insincerity. Insincerity ആയ ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് ഏത് സ്വഭാവം ഉണ്ടായിരിക്കും? കറപ്ഷൻ, അവർ അഴിമതിയിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും. Then second one is extravagant family. കുടുംബത്തിൽ ആളുകൾ കൂടുതലുണ്ടായാൽ ആ കുടുംബത്തിലത്തെ വ്യക്തികളുടെ എല്ലാ കാര്യങ്ങളും നോക്കാൻ പോരാതെ ആകുന്ന സമയത്ത്, ആ കുടുംബം സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സമയത്ത് എന്ത് വേണ്ടി വരും? ഇവിടെ കറപ്ഷനായിട്ട് ജനങ്ങൾ മാറി തുടങ്ങുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഫാമിലിയിലത്തെ കാര്യങ്ങൾ അതും എന്താണ്? എക്സ്ട്രാവാഗന്റ് ഫാമിലി, കുടുംബത്തിലെ എല്ലാ വ്യക്തികളും ഒരുപോലെ ആണെങ്കിൽ നോ പ്രോബ്ലം. അങ്ങനെയല്ല, ഓരോരുത്തർക്കും വലിയൊരു ആവശ്യങ്ങളും അവരുടെ എല്ലാ കാര്യങ്ങളും നടത്തി കൊടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയൊക്കെയും വരുമ്പോഴും എന്താണ്? അവർ ഏതിലേക്ക് നീങ്ങുന്നതായിരിക്കും? കറപ്ഷനിലേക്ക് നീങ്ങുന്നതായിരിക്കും. Then that is next one is lack of commitment to society. സൊസൈറ്റിയുടെ ഉള്ള കമ്മിറ്റ്മെൻറ്റ് കുറയുമ്പോൾ, സൊസൈറ്റി ഒരു സമൂഹം എന്ന് പറഞ്ഞാൽ ആ സമൂഹം നല്ല നിലയിൽ കൊണ്ടുപോകണം. ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ ആ കുടുംബം നല്ല നിലയിൽ കൊണ്ടുപോകണം.
അപ്പോൾ ആ കുടുംബത്തിനോടുള്ള കമ്മിറ്റ്മെൻറ്റ് ഇല്ലാതെ ആകും, അല്ലെങ്കിൽ സൊസൈറ്റിനോടുള്ള കമ്മിറ്റ്മെൻറ്റ് ഇല്ലാതെ ആകുമ്പോൾ ആണ് എതിലേക്ക് നീങ്ങുന്നത്, ഈ കറപ്ഷനിലേക്ക് മാറുന്നത്. അല്ലേ? ഒരു കുടുംബം നല്ല രീതിയിൽ നീങ്ങണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഹെഡ്, അതായത് ഇവിടെ ബോൾവിനെ പോലെ ഹെഡ് ഓഫ് ദ ഫാമിലി എങ്ങനെ ആയിരിക്കേണ്ടതാണ്, വളരെ കുടുംബത്തിന് കമ്മിറ്റ്മെൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാവണം. അല്ലേ? ആ വ്യക്തിക്ക് കുടുംബത്തിനോട് കമ്മിറ്റ്മെൻറ്റ് ഇല്ലാതെ ആകുമ്പോൾ എന്താണ്, ആ ഫാമിലി മെമ്പേഴ്സൊക്കെയും എന്താണ്, അവരുടെ ക്യാരക്ടേഴ്സൊക്കെയും എന്താണ്, മാറി തുടങ്ങുന്നതായിരുന്നു. ഇപ്പോൾ ഹെഡ് ഓഫ് ദ ഫാമിലി ഒന്ന് സ്ട്രിക്റ്റ് ആവുമ്പോഴും കാര്യങ്ങൾ നന്നായിട്ട് അതായത് കുടുംബത്തിലത്തെ ജനങ്ങളെ, വീട്ടിലുള്ള ആളുകളെ എന്താണ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുമ്പോൾ ആ ക്യാരക്ടേഴ്സ് ഒന്നും കൂടി എന്താണ് നമുക്ക് മെച്ചപ്പെടുത്താൻ സാധിക്കും. എന്നാൽ ആ ഹെഡ് ഓഫ് ദ ഫാമിലി തന്നെ എന്താണ് ഒരു കമ്മിറ്റ്മെൻറ്റ് ഇല്ലാതെ ആകുമ്പോൾ എന്താവും, ആ കുടുംബം എന്താണ് ഓരോരോ തരത്തിൽ, ആ ഫാമിലി മെമ്പേഴ്സൊക്കെ ഓരോരുത്തരും ഓരോരോ തരത്തിലായി മാറുന്നതായിരുന്നു. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഈസ് ഗ്രീഡ് ഓഫ് മണി. പൈസയോടുള്ള ആർത്തി കൂടുതലാവുക. നമുക്ക് എല്ലാ കുടുംബങ്ങളും ഒരുപോലെയല്ല, അല്ലേ? ഈ ഓരോരോ ഈ സമൂഹത്തിൽ എല്ലാ കുടുംബങ്ങളും ഒരേപോലെയാണോ? ഒരിക്കലും ഇല്ല. ഓരോരോ ചില ഫാമിലീസൊക്കെ വളരെ റിച്ച് ഫാമിലീസ് ആവും, ചിലരൊക്കെ മിഡിലാവും, ബാക്കിയുള്ളവർ എന്താണ് ലോ ക്ലാസ് ഫാമിലി ആവും. അപ്പോൾ പല തരത്തിലുള്ള ആളുകളാണ് നമ്മുടെ എന്താണ് സൊസൈറ്റിയിൽ ജീവിക്കുന്നത്. ആ സൊസൈറ്റിയിൽ അപ്പോൾ അങ്ങനെ നീങ്ങുന്ന സമയത്ത് ആ ക്യാരക്ടർ നല്ലൊരു ക്യാരക്ടർ അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എങ്ങനെ, ഇപ്പോൾ പലരും നമുക്ക് കാണാൻ സാധിക്കും, പലരും കൊന്നിട്ടാണെങ്കിലും വേണ്ടിയിട്ട് എന്താണ് സ്വത്തൊക്കെയും മുതലാക്കണം എന്നൊക്കെയും ചിന്തിക്കുന്ന പല കേസുകൾ നമ്മൾ കാണുന്നുണ്ട്, അല്ലേ? പെണ്ണായാലും ശരി ആണായാലും ശരി, ഇവിടെ എന്താണ് കുടുംബത്തിലത്തെ എല്ലാവരെയും കൊന്നിട്ട് എന്താണ് ആ ഒരു സ്വത്ത് മുഴുവനും ആ ഒരു വ്യക്തിയുടെ പേരിലാവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. അതുപോലെ ഒരാണായാലും എന്താണ് വീട്ടിലത്തെ ആളുകളൊക്കെ എന്താണ് ഇല്ലാതെ ആക്കുക. അങ്ങനെ പല കേസുകളും നമുക്ക് കാണാൻ ഇടയുണ്ട്. സോ ഹിയർ വാട്ട് വി ആർ സേയിങ് ഹിയർ, ദാറ്റ് ഈസ് ഡ്യൂ ടു ഗ്രീഡ് ഓഫ് മണി. അതൊക്കെയും ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? പൈസയോടുള്ള ആർത്തി കൊണ്ടാണ്. ഹിയർ ബ്രൈബ്, കൈക്കൂലി, അല്ലേ? ഈ കൈക്കൂലി മേടിക്കുക എന്ന് പറയാൻ എന്താണ്, അതൊരു അഴിമതി തന്നെയാണ്. കൈക്കൂലി മേടിക്കുക, അല്ലേ? എത്രയോ ഓഫീസുകളിലും അതുപോലെ വേറെ ഓരോരോ പ്രൈവറ്റ് സ്ഥാപനങ്ങളൊക്കെ എന്താണ് കൈക്കൂലി മേടിക്കുന്നുണ്ട്, ഓരോരോ കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ നല്ല രീതിയിൽ കറക്റ്റ് സമയത്തിന് ചെയ്തു കൊടുക്കാതെ വരുന്ന സമയത്ത് അപ്പോൾ പബ്ലിക് പീപ്പിളിന് എന്താണ് ഒരു ചിന്ത, ചിലപ്പോൾ എന്തെങ്കിലും പൈസ കൊടുത്താലെങ്കിലും നേരാകുമോ എന്നുള്ളത് തോന്നിപ്പോവാണ്. ഇപ്പോൾ ചില ആളുകൾ എന്താണ് അതൊന്നും മേടിക്കാത്ത വ്യക്തികളുണ്ട്. എന്നാൽ ചിലർ എന്താണ് അത് കൈ കിട്ടിയാൽ മാത്രം വേഗത്തിൽ അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആളുകളുമുണ്ട്. അപ്പോൾ ജനങ്ങൾക്ക് അങ്ങനെ ഒരു എന്താണ് ഒരു തോന്നൽ വരാൻ തുടങ്ങുന്നതാണ്, പൈസ കൊടുത്താലെങ്കിലും വേഗം കാര്യങ്ങൾ നേരാകുമോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അതാണ് ഇപ്പോൾ ബ്രൈബ്, അല്ലേ? ഇവിടെ എന്താണ് ഇവിടെ ബ്രൈബ് മണി, ഇവിടെ നമ്മൾ ഈ പ്ലേയിൽ പറയുന്നത് $100,000 കൊടുത്തിട്ട് ആ ഓഫർ എന്താണ് ഇവിടെ ആരാണ് റിജക്റ്റ് ചെയ്യുന്നത്? ഈ ഓഫർ റിജക്റ്റ് ചെയ്യുന്നത് ഇവിടെ ബോൾവിൻ. എന്തുകൊണ്ട് റിജക്റ്റ് ചെയ്ത് എന്ന് പറഞ്ഞുകൊണ്ട് ആര് പറയുന്നത്? മാർത്ത, എവി ആൻഡ് ജോൺ. എന്തിനാണ് ആ ഓഫർ നിരസിച്ചത്? അത് മേടിക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് വേറൊരു ബിസിനസ് തുടങ്ങായിരുന്നല്ലോ എന്നൊക്കെയും ചിന്തിക്കുകയാണ് മറ്റുള്ള ക്യാരക്ടേഴ്സ്. എന്നാൽ ബോൾവിൻ അങ്ങനെയല്ല. ബോൾവിൻ അവൻ്റെ ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് ഇറ്റ് വാസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. ഓക്കെ, ദെൻ അനദർ ലാസ്റ്റ് വൺ ഈസ് ലോ എക്കോണമിക്. ലോ എക്കണോമിക് എന്ന് പറഞ്ഞാൽ സമ്പാദ്യം, അല്ലേ? സാമ്പത്തികം വളരെ കുറവാവുക. ലോ ക്ലാസ് പീപ്പിൾ. ഇപ്പോൾ സമ്പാദ്യം വളരെ കുറവാകുമ്പോഴെന്താവും?
അവരുടെ ജീവിതത്തിനൊക്കെ എന്താണ്, എല്ലാ സ്ഥലത്തും എന്താണ് അവർക്ക് ബാധിക്കുന്നതായിരിക്കും. എന്നാൽ ആ ബാധിപ്പൊന്നും ഇല്ലാതെ ആവുക എപ്പോഴാണ്? അഴിമതിയിലാവുമ്പോഴാണ് ഈ ബാധിപ്പൊന്നും ഇല്ലാതെ ഇരിക്കുക എന്നുള്ള ഒരു തോന്നൽ അവർക്ക് വന്നു തുടങ്ങി. അപ്പോഴാണ് അവർക്ക് എന്താണ്, ആ അഴിമതിയിലായാലും വേണ്ടില്ല, അവർ ചെയ്യുന്നത് തെറ്റായാലും വേണ്ടില്ല, പൈസ കിട്ടിയാൽ മതി എന്നുള്ള ഒരു തോന്നൽ അവർക്ക് വരും. അവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ അതേ മാർഗമുള്ളൂ. അപ്പോൾ അതൊരു തെറ്റായിട്ട് അവർക്ക് അത് തോന്നാറില്ല. Okay, next one is the evil effects of corruption. രണ്ടാമത്തത് evil effect of corruption. First one is given as services are not provided in time. Here, first one, services are not provided in time. Then second one, prevents development. Third one, സൊസൈറ്റിയുടെ മോറൽ വാല്യൂ ഇല്ലാതെയാവുക. Okay, here first one is services not provided. Okay, services are provided in time. Second one, prevents development. Then third one, society which has no moral value. Here the evil effects of corruption. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സർവീസസും എന്താണ് നമുക്ക് ടൈമിൽ കിട്ടാതെ ആകുമ്പോൾ, the services are not provided in time. സർവീസസ് ഒന്നും തന്നെ എന്താണ് കറക്റ്റ് സമയത്ത് നമുക്ക് ലഭിക്കാതെ ആകുന്നു. ലഭിക്കാതെ ആകുമ്പോൾ നമുക്ക് അപ്പം എന്താ തോന്നുക? അപ്പം എന്തെങ്കിലും ബ്രൈബ്, എന്തെങ്കിലും കൈക്കൂലി കൊടുത്താലെങ്കിലും ശരിയാകുമോ എന്നുള്ള ഒരു തോന്നൽ അവർക്ക് വരുന്നതാണ്. അപ്പോൾ അങ്ങനെ, ഓക്കെ, ദാറ്റ് ഈസ് ദ ഈവൽ ഇഫക്റ്റ് ഓഫ് കറപ്ഷൻ. ദെൻ സെക്കൻഡ് വൺ, ദാറ്റ് പ്രിവെൻറ്റ്സ് ദ ഡെവലപ്മെൻറ്റ്. അപ്പോൾ എന്ത് ഡെവലപ്മെൻറ്റ് ഉണ്ടെങ്കിലും അതൊക്കെ എന്താണ് ഈ കറപ്ഷൻ കൊണ്ട് എന്താണ് ഇല്ലാതെ ആകുന്നു. ഓക്കെ, ഹിയർ കറപ്ഷൻ ഈസ് ഹിയർ പ്രിവെൻറ്റഡ്. ദാറ്റ് ഷുഡ് ബി പ്രിവെൻറ്റ് എന്നാണോ ഇവിടെ പറയുന്നത്? ദാറ്റ് ഈസ് ഹിയർ ദ പ്രിവെൻറ്റ്സ് ഓർ ബ്ലോക്സ് ദ ഡെവലപ്മെൻറ്റ്. സോ കറപ്ഷൻ ദാറ്റ് പ്രിവെൻറ്റ് ദ ഡെവലപ്മെൻറ്റ്. കറപ്ഷൻ ഇവിടെ എന്ത് ചെയ്യുന്നു? ഡെവലപ്മെൻറ്റിനെ ഇല്ലാതെയാക്കുന്നു. Then third one is society moral value. സമൂഹത്തിലെ മോറൽ വാല്യൂ എന്താണ് ഇല്ലാതെ ആകുന്നത് എപ്പോഴാണ്? ഈ കറപ്ഷൻ കൊണ്ടാണ്. ഈവിൽ തിങ്സ് നമ്മളുടെ പബ്ലിക്കിൽ അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ ഈവിലായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അതൊക്കെയും എന്താണ് ഇവിടെ? ദാറ്റ് ഈസ് ദ, അതുകൊണ്ടൊക്കെ എന്താ ഉണ്ടാവുക? മോറൽ വാല്യൂ ഇല്ലാതെ ആകും. ഓക്കെ, സൊസൈറ്റിയിലുള്ള നല്ല മൂല്യങ്ങളൊക്കെ എന്താണ് നഷ്ടപ്പെടുന്നതായിരിക്കും. ഹിയർ നെക്സ്റ്റ് വൺ, ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഡിസ്കറേജ്. നമ്മളത് ഡിസ്കറേജ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താവും? ദ പീപ്പിൾ വോണ്ട് തിങ്ക് ദാറ്റ് ഇറ്റ് ഈസ് റോങ്. നമ്മൾ ഈ കറപ്ഷൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഈവിലായിട്ടുള്ള എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അതൊക്കെ നമ്മൾ എന്താണ് പ്രിവെൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, ഓക്കെ, കറപ്ഷൻ എന്ന് മാത്രമല്ല എന്ത് ഈവിൽ തിങ്സ് നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാവുന്നുണ്ടെങ്കിലും അതൊക്കെ നമ്മൾ ഇല്ലാതെ ആക്കിയിട്ടില്ലെങ്കിൽ എന്താവും? ഹിയർ ദ പീപ്പിൾ വിൽ തിങ്ക് ദാറ്റ് ദർ ഇസ് നോ പ്രോബ്ലം ഇൻ ദാറ്റ്. ഇറ്റ് ഈസ് നോട്ട് എ റോങ് തിങ്. അതൊരു തെറ്റൊന്നും ഇല്ല, അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല എന്നുള്ള ഒരു തോന്നൽ അവരിൽ ജനങ്ങളുടെ മനസ്സിൽ ഉണ്ടാവുന്നതാണ്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, ഇഫ് ദ പീപ്പിൾ ആർ റിച്ച്, they can achieve
പല ആളുകൾക്കും എന്താണ് പൈസ ഉണ്ട്. ആ പൈസ ഉണ്ടാവുമ്പോൾ എന്താണ് അവരുടെ കാര്യങ്ങൾ അവരെങ്ങനെയാണ് സാധിക്കുന്നത്? പൈസ കൊടുത്തിട്ട്, എന്തെങ്കിലും കൈക്കൂലി കൊടുത്തിട്ട് അവരെ കാര്യങ്ങളൊക്കെ വേഗം നേടിയെടുക്കുന്നു അല്ലേ? പല ആളുകളുടെയും കയ്യിൽ എന്താണ് പൈസ ഉള്ള ആളുകളാണെങ്കിൽ അവരവരുടെ ആ കാര്യം അവർ നേടിയെടുക്കുന്നത് എങ്ങനെയാണ്? എത്ര പെട്ടെന്ന് ശരിയാവാത്തതായിരിക്കും, എന്നാൽ അത് എത്രയും പെട്ടെന്ന് അവരത് നേടിയെടുക്കുന്നത് എങ്ങനെയാണ്? ബൈ ഗിവിങ് ഓൺലി ബ്രൈബ് മണി. കൈക്കൂലി കൊടുത്തിട്ടെങ്കിൽ അവരതെന്താണ് കാര്യങ്ങൾ സാധിക്കുന്നതായിരിക്കും. അപ്പം അതൊക്കെയാണ് എന്താണ് ഈവിൾ ആയിട്ടുള്ള എന്താണ് കറപ്ഷനെ കുറിച്ചിട്ട് പറയാനുള്ളത്. Okay, now let me stop the class here. Thank you everybody.